ഹലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ആണെന്ന്. ഈ ഹാൻഡ് എംബ്രോയ്ഡറിയിൽ നമ്മൾ ഓരോ സ്റ്റിച്ചുകളായിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ഉപകരണങ്ങൾ വേണമെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. ഫസ്റ്റ് എന്ത് ചെയ്യാം, ജസ്റ്റ് ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുശേഷം ഓരോ ഉപകരണങ്ങളെ കുറിച്ചും നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതേപോലത്തെ ഒരു കോട്ടൻ്റെ ക്ലോത്ത് വേണം. പിന്നെ നമുക്കൊരു എംബ്രോയ്ഡറി ഫ്രെയിം വേണം. പിന്നെ ഇതേപോലത്തെ എംബ്രോയ്ഡറി നൂലുകൾ പല കളറിലുള്ളത് ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ എംബ്രോയ്ഡറി ചെയ്യുന്ന സൂചിയാണ്. പിന്നെ ഇതേപോലത്തെ ഒരു ത്രെഡ് കട്ടർ വേണം. പിന്നെ ഇതാ സൂചിയിൽ നൂല് കോർത്തുന്ന ഉപകരണമാണ് നീഡിൽ ത്രെഡർ എന്നാണ് ഇതിന് പറയുക. പിന്നെ നമുക്ക് ഇതേപോലെ തുന്ന് അഥവാ തെറ്റിപ്പോയാൽ അയച്ചെടുക്കാൻ ഇതേപോലെ ഒരു തുന്നയിക്കുന്ന സാധനം സീം റിപ്പർ എന്ന് ഇതിന് പറയും. പിന്നെ ഒരു സ്കെയിൽ നമുക്ക് വേണം. ഇതിപ്പോൾ ബ്ലാക്ക് ക്ലോത്ത് ആയതുകൊണ്ട് ഞാൻ ഇതിൽ ഇതേപോലത്തെ ഒരു പെന്നാണ് മാർക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ വൈറ്റ് ക്ലോത്ത് ആണെങ്കിൽ നോർമൽ പെന്നോ പെൻസിലോ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളും എന്തിനൊക്കെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ എടുത്തിട്ടുള്ളത് കോട്ടൻ്റെ ക്ലോത്താണ്, പോപ്ലിൻ ക്ലോത്ത് എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലത്തെ ക്ലോത്ത് എടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. സ്റ്റിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാനും തുണി നല്ല ടൈറ്റായിട്ട് നിൽക്കാനൊക്കെ ഇതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഇത് നിങ്ങൾക്ക് വൈറ്റോ ബ്ലാക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുക, ജസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഏത് തുണിയിൽ എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്ത് നമുക്ക് പോവാം കേട്ടോ. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടതാണ് ഇതേപോലത്തെ എംബ്രോയ്ഡറി ഫ്രെയിം. ഇതിന് എംബ്രോയ്ഡറി ഹൂപ്പ് എന്നും പറയാറുണ്ട് കേട്ടോ. ഇത് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഇതിൻ്റെ സൈസ് 8 ഇഞ്ച് സൈസ് വരുന്നതാണ്. പിന്നെ നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കൂടുതൽ ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് മരത്തിൻ്റെ ഇതേപോലത്തെ വുഡ് ഐറ്റംസ് ആണ്. പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അത് തുണി കുറച്ച് ലൂസായി പോകാൻ, തുണി നല്ല ടൈറ്റായിട്ട് അതിൽ നിൽക്കാത്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഇതേപോലത്തേത് വാങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. ഈ ഫ്രെയിം ഞാൻ പറഞ്ഞല്ലോ, ഇതേപോലെ പല സൈസിലുള്ള ഫ്രെയിം നമുക്ക് കിട്ടും. ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു 8 ഇഞ്ച് വരുന്ന ഫ്രെയിമാണ് ഇപ്പോൾ വർക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. ഇത് പല സൈസ് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഡിസൈൻ ഒരു വലിപ്പം ഉണ്ടാവും. അപ്പോൾ നമ്മളെ ഡിസൈൻ ചെറുതാണെങ്കിൽ ഇതിൽ നമുക്ക് ചെറിയ ഹൂപ്പ് എടുക്കാം. നമ്മൾ ചെയ്യുന്ന ഡിസൈൻ വലുതാണെങ്കിൽ ആ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ഹൂപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം കേട്ടോ. ഇപ്പോൾ നമ്മൾ നോർമലി ഓരോ സ്റ്റിച്ചുകളല്ലേ പഠിക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മീഡിയം സൈസ് വരുന്ന ഹൂപ്പ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ ഒരു സ്ക്രൂ ചെയ്യുന്ന ഭാഗം ഉണ്ടാവും. ഇതിങ്ങനെ ലൂസായിട്ട് എടുക്കുമ്പോൾ ഇതിങ്ങനെ രണ്ടായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ ഭാഗം നമ്മൾ ഫസ്റ്റ് അടിയിൽ വെക്കുക. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമ്മൾ ക്ലോത്ത് അതിൻ്റെ മുകളിലേക്ക് വെക്കുക. എന്നിട്ട് ഈ സ്ക്രൂ വരുന്ന ഈ ഭാഗമല്ലേ, ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ താത്തി കൊടുക്കുക. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്മൾ സ്ക്രൂ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഓവർ ടൈറ്റ് ചെയ്യാൻ പാടില്ലേ. എന്നിട്ട് ഞാൻ ചെയ്യുന്ന രീതി കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. തുണിയുടെ എല്ലാ വശങ്ങളിൽ നിന്നും എന്ത് ചെയ്യുക, ഒരേപോലെ വലിച്ചെടുക്കുക. ഒരു വശത്തു നിന്ന് മാത്രം വലിക്കരുത്. പ്രത്യേകിച്ച് നമ്മൾ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വശത്തു നിന്ന് മാത്രം വലിക്കുമ്പോൾ ആ ഡിസൈൻ ഇങ്ങനെ എന്ത് ചെയ്യും, നീങ്ങിപ്പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ഭാഗത്തു നിന്നും തുല്യ അളവിൽ നമ്മൾ ഇത് വലിച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കുക. നമ്മളിത് മുട്ടുന്ന സമയത്തൊരു സൗണ്ട് കേൾക്കുന്നുണ്ടോ, ഒരു ഡ്രം പോലെ ഈ ഒരു സൗണ്ട് വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ടൈറ്റായിട്ട് വേണം ഫ്രെയിം സെറ്റ് ചെയ്യാൻ. പക്ഷേ ഇത് ടൈറ്റാക്കുന്ന സമയത്ത് ഓവർ ടൈറ്റാക്കി സ്ക്രൂ കേട് വരുത്താൻ പാടില്ലേ, അത് ശ്രദ്ധിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകുന്നിരിക്കുന്നതുണ്ടോ, തുണി നല്ല നീറ്റായിട്ട് നിൽക്കും, പൊങ്ങി നിൽക്കും. ഇതിൻ്റെ തായ് ഭാഗം കണ്ടോ, ഇതേപോലെ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഫ്രെയിമിനെ കുറിച്ച് പറയാനാണെങ്കിൽ അത്രയാണുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഈ ഫ്രെയിം എങ്ങനെ പിടിക്കണം അതിൻ്റെ രീതികളൊക്കെ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഇതിങ്ങനെ തന്നെ നിൽക്കട്ടെ, ബാക്കി കാണിച്ചു തരാം. പിന്നെ നമുക്ക് വേണ്ടതാണ്
ഇതേപോലത്തെ എംബ്രോയ്ഡറി ത്രെഡുകൾ. ഇതിപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള 10 രൂപൻ്റെ ആങ്കർ ത്രെഡൊക്കെ കിട്ടും. അത് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അത്തരത്തിലുള്ള ത്രെഡ് എടുക്കുക. കാരണം അതിന് നല്ല ക്വാളിറ്റി ഉണ്ടാവും. നമ്മൾ മറ്റൊരാൾക്ക് വർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്തരത്തിൽ നല്ല ക്വാളിറ്റി ഉള്ള ത്രെഡുകൾ തന്നെ യൂസ് ചെയ്യുക. ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ 3 രൂപ 4 രൂപ ഫസ്റ്റിലൊക്കെ 3 രൂപയുള്ളായിരുന്നു. ഇപ്പോൾ വില കൂടി 4-5 രൂപയൊക്കെ വാങ്ങുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതേപോലെ ഉള്ള ഈറ്റ നൂലുകൾ വാങ്ങിയിട്ടാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. പിന്നെ ഇത് നിങ്ങൾക്ക് ബോക്സ് ആയിട്ട് വാങ്ങുമ്പോൾ ചിലപ്പോൾ കുറച്ച് റേറ്റ് കുറഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ ഈ നൂല് എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു നൂല് വെച്ചിട്ട് നമ്മൾ കാണിച്ചു തരാം. ഇതേപോലെ നമ്മളൊരു നൂല് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒരു നൂല് എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു നൂലിന് സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? 2 അഗ്രഭാഗങ്ങളുണ്ടാവും. ഇതേപോലെ ഒന്ന് ഇവിടെ ഉണ്ട്, പിന്നെ ഒന്ന് ഇതാ ഇവിടെയുണ്ട്. ഇതേപോലെ 2 അഗ്രഭാഗങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് വലിക്കുക. ഇതുണ്ടോ? ഇത് വലിക്കുമ്പോൾ എന്താവുന്നുണ്ട്? ഇവിടെ ഈ നൂല് നമുക്ക് കെട്ട് കുടുങ്ങുന്ന പോലെ വരും. നമുക്ക് നല്ലോണം വലിച്ചെടുക്കാൻ പറ്റൂല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഭാഗം നമ്മൾ വലിക്കുക. ഈ ഭാഗം വലിക്കുമ്പോൾ നോക്കിക്കേ, നൂല് നമുക്ക് നല്ല സ്മൂത്തായിട്ട് പോരുന്നുണ്ട്. അപ്പോൾ ആ 2 ഭാഗത്തിൽ ഏത് ഭാഗമാണ് നോക്കിയ ശേഷം മാത്രം വലിക്കുക. പിന്നെ നിങ്ങൾ നൂലെടുക്കുമ്പോൾ ഏകദേശം ഇത്രയൊക്കെ മതിയാകും. ഒരുപാട് നൂല് എടുക്കരുത്. നൂലെടുത്താൽ എന്താ, നമ്മൾ തുന്നുന്ന സമയത്ത് നൂല് കെട്ട് കുടുങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏകദേശം ഇത്ര ഭാഗങ്ങൾ എടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ടൂളില്ലേ, ത്രെഡ് കട്ടർ, ഈ ത്രെഡ് കട്ടറിനെ സാധാരണ കത്രികയെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടെ ഒരു മൂർച്ച ഉണ്ടാവും ഇതിൻ്റെ അറ്റഭാഗങ്ങളൊക്കെ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇപ്പോൾ ഞാൻ ഏകദേശം ഇത്ര നൂല് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഈ നൂല് ശ്രദ്ധിക്കുക. ഈ നൂലിൽ എത്ര ഇഴ നൂലുണ്ടാവും? അതായത് ഈ നൂലിൽ 6 ഇഴയാണ് വരിക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഈ നൂല് ഇതേപോലെ 6 നൂലുകൾ ചേർന്നിട്ടാണ് ഈ ഒരു നൂല് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ ചില സ്റ്റിച്ചുകൾ നമുക്ക് സ്റ്റിച്ചുകൾക്ക് അനുസരിച്ചിട്ട് കട്ടി കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ കൊടുക്കാം. ചില സ്റ്റിച്ചുകൾക്ക് നമുക്ക് എന്ത് വേണം, 3 ഇഴ നൂല് മതി. 6 ഇഴ വെച്ചിട്ട് ചെയ്താൽ ആ സ്റ്റിച്ച് നന്നാവില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ഇതേപോലെ എണ്ണി നോക്കുക. ഇതേപോലെ എടുത്തിട്ട് ഇത് കണ്ടോ, ഇപ്പോൾ ഒരു സൈഡിലേക്ക് എത്രയുണ്ട്? 3 ഇഴ നൂലുണ്ട്. ഇതുണ്ടോ, 3 ഇഴ കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതേപോലെ ഞാൻ ഇപ്പുറത്തെ ഭാഗത്ത് എന്തുണ്ട്, 3 ഇഴ നൂല് കണ്ടോ, 6 ഇഴ നൂലായേ. എന്നിട്ട് ഈ 3 ഇഴ മാത്രം പിടിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോവാം. 2 സൈഡും ഒരുപോലെ വലിക്കുക, അല്ലെങ്കിൽ കെട്ട് കൊടുങ്ങും. ക്ലിയർ കുറവുണ്ട്, ശ്രദ്ധിക്കുക. ഇതേപോലെ വലിച്ചെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു നൂല് അന്നപ്പോൾ തന്നെ നമ്മൾ ഇതേപോലെ ചുറ്റിയിട്ട് മാറ്റി വെക്കുക, അല്ലെങ്കിൽ നമുക്കത് കെട്ട് കുടുങ്ങി പോകും കേട്ടോ. പിന്നെ ഈ ഭാഗമാണ്, ഇതിൽ ഒന്ന് വെച്ചിട്ട് നമുക്കിത് തുന്നിയെടുക്കാം. എല്ലാ സ്റ്റിച്ചുകൾക്കും ഇതേപോലെ ചെയ്യേണ്ട, ചില സ്റ്റിച്ചുകൾക്ക് മാത്രമാണ് 3 ഇഴ നൂല് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ് എന്ത്, നമ്മളെ സൂചി. സാധാരണ 1 മുതൽ 12 വരെ നമ്പറുകളിലുള്ള സൂചിയാണുള്ളത്. അതിൽ തുടക്കക്കാർക്ക് എപ്പോഴും 5 മുതൽ 10 വരെ നമ്പറിൻ്റെ ഇടയിലുള്ള സൂചി ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതായത് നമ്മൾ തുന്നുന്ന സൂചി കുറേ വിഭാഗത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്ന നീഡിലുകൾക്ക് പറയുന്ന പേരെന്താണ്? ക്രൂവൽ നീഡിൽസ്. ഓക്കെ, ശ്രദ്ധിക്കുക. നമ്മൾ വളരെ നൈസായിട്ടുള്ള ക്ലോത്തുകളിലാണ് നമ്മൾ തുന്നുന്നതെങ്കിൽ, ഈ എംബ്രോയ്ഡറി വളരെ നൈസായിട്ടുള്ള ക്ലോത്തുകളിലാണ് തുന്നുന്നതെങ്കിൽ 5 തൊട്ട് 10 വരെ നമ്പർ ഉണ്ടാവില്ല, അതിൽ 10 എന്ന സൂചി എടുക്കുന്നതായിരിക്കും നല്ലത്. അതേ സ്ഥാനത്ത് അതിൻ്റെ കുറച്ചുകൂടെ കട്ടിയുള്ളതാണെങ്കിൽ ഒരു 9, 8 സൈസിലുള്ള സൂചി. അങ്ങനെ വന്നിട്ട് താഴേക്ക് എത്തിയിട്ട് നമ്മളൊരു 5 സൈസ് എത്തുമ്പോൾ എന്താണ്, നല്ല കട്ടിയുള്ള ക്ലോത്തുകളിൽ തുന്നാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ കട്ടിയുള്ള തുണികളിലാണ് തുന്നുന്നതെങ്കിൽ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, സൂചി ചെറിയ നമ്പർ എടുക്കണം. നമ്മൾ നൈസായിട്ടുള്ള ക്ലോത്തുകളിലാണ് തുന്നുന്നതെങ്കിൽ സൂചി എപ്പോഴും എന്തെടുക്കണം, വലിയ നമ്പർ എടുക്കണം. പിന്നെ നിങ്ങൾ സൂചി വാങ്ങാൻ പോകുമ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പല സൈസുകളിലെ സൂചികൾ ഒന്നിച്ച് ഒരു ബോക്സ് പോലെ അല്ലെങ്കിൽ ഒരു കിറ്റ് പോലെ കിട്ടും. അത് വാങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നിങ്ങളെ ക്ലോത്ത് നൂല് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് സൂചിയാണോ കംഫർട്ടബിൾ ആ സൂചി നിങ്ങൾക്ക് നോക്കി എടുക്കാൻ പറ്റും.
പിന്നെ നിങ്ങൾ കുറേ വട്ടം ഇത് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് വരും. പിന്നെതാ ഇതാണ് നമ്മൾ സൂചിയിൽ നൂല് കോർക്കുന്ന ഉപകരണം. ഇതിന് നീഡിൽ ത്രെഡർ എന്ന് പറയാറുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് സൂചിയിൽ നൂല് കോർക്കുന്നതെന്ന് കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ സൂചി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഭാഗം കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇതാ ഈ ഭാഗം കണ്ടോ, കുറച്ച് കൂർപ്പുള്ള. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഈ സൂചിയുടെ ഹോളിലേക്ക് ഫസ്റ്റ് കയറ്റി കൊടുക്കുക ഇതേപോലെ. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള സൂചിയുടെ ഈ ഭാഗം ഇതിൻ്റെ ഹോളിലേക്ക് കയറ്റി കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് ഈ സൂചി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. എന്നിട്ട് ദൂരിയാൽ മതി. വളരെ സിമ്പിളാണ്. ഇപ്പോൾ ദാ സൂചിയിൽ നൂല് കോർത്തിട്ടുണ്ട്. പിന്നെ സൂചിയുടെ കാര്യത്തിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ സൂചി നമ്മൾ എടുക്കുന്ന സമയത്ത് തുരുമ്പ് പിടിച്ചത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതായത് നമ്മളിപ്പോൾ കുറേ നാളിപ്പോൾ ഉപയോഗിക്കാതെയൊക്കെ വെച്ചാൽ സൂചിയിൽ തുരുമ്പ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂചി കൃത്യമായ സ്ഥലത്ത് ഒരു പിൻ കുഷ്യനിലോ അല്ലെങ്കിൽ സൂചിയുടെ ബോക്സിലോ ഇട്ട് സൂക്ഷിക്കുക. തുരുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഡ്രസ്സിൽ കൊളത്തിയാൽ എന്ത് ചെയ്യും, ഡ്രസ്സ് കീറിപ്പോവും, അതിൻ്റെ ഇഴ പിരിഞ്ഞു പോകും, നമ്മുടെ എംബ്രോയ്ഡറിക്ക് ഭംഗി ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ അഗ്രഭാഗത്തൊരു ഷാർപ്നെസ് ഉണ്ടാവും. ഇതിന് പോയിൻ്റ് എന്നാണ് പറയുക. ഈ ഷാർപ്നെസ് പോയ സൂചികൾ നമ്മൾ ഒഴിവാക്കുക കേട്ടോ. എന്നിട്ട് പുതിയ സൂചി യൂസ് ചെയ്യുക. ഈ ഷാർപ്നെസ് എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മളെ ക്ലോത്തിൽ സൂചി കടന്നു പോകുമ്പോൾ ക്ലോത്ത് കീറാതെ അല്ലെങ്കിൽ അധിക ഗ്യാപ്പ് വരാതിരിക്കും. പിന്നെ ഈ സൂചിയുടെ ഈ നീളമുള്ള ഭാഗം ഉണ്ടല്ലോ, ഈ നീളമുള്ള ഭാഗമാണ് എന്ത്, ഷാങ്ക് എന്ന് പറയുന്ന ഭാഗം. ഈ സൂചിയുടെ ഈ ഹോള് വരുന്ന ഭാഗമല്ലേ, ഈ ഭാഗമാണ് എന്ത്, നമ്മളെ ഐ, അതായത് സൂചിയുടെ കണ്ണ്. ഈ സൂചിയുടെ ഈ കണ്ണില്ലേ, നോക്കിക്കേ, ഈ ഹോൾ എപ്പോഴും എന്തായിരിക്കും, വലുതായിരിക്കും. ഏതിന്, എംബ്രോയ്ഡറി സൂചികൾക്ക്. പിന്നെ ശ്രദ്ധിക്കുക, ഇതാണ് നീഡിൽ കട്ടർ, ഇതാണ് ത്രെഡ് കട്ടർ. ഓക്കെ, പിന്നെ ഇതിപ്പോൾ തുരുമ്പൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കട്ടർ നമ്മൾ വാങ്ങുന്ന സമയത്ത് വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് മെഷീൻ്റെ ഓയിൽ ഇതുമ്മൽ ഇങ്ങനെ പുരട്ടി കൊടുത്താൽ ഈ തുരുമ്പ് പിടിക്കുന്നത് ഒഴിവായി കിട്ടും. തുരുമ്പ് പിടിച്ചാൽ നമുക്ക് നൂല് നല്ല കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യം ഇതിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇതാണ് ഗ്ലിറ്റർ പെന്ന്. ഇത് ഒരു പെന്നിന് 80 രൂപ വരുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ ബ്ലാക്ക് ക്ലോത്തിൽ മാർക്ക് ചെയ്യായതുകൊണ്ട് ഏറ്റവും കംഫർട്ടബിൾ ഇതാണ്. പിന്നെ നിങ്ങൾ വൈറ്റ് ക്ലോത്തിലൊക്കെയാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ സാധാ പെന്ന് അല്ലെങ്കിൽ പെൻസിൽ മതിയാവും കേട്ടോ. പിന്നെ നമ്മൾ സാധാ ഒരു സ്കെയിൽ എടുക്കുന്നുണ്ട്, നമുക്ക് ലൈനൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് നമ്മൾ സ്റ്റിച്ച് അഥവേ തെറ്റി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അയച്ചെടുക്കാൻ പെട്ടെന്ന് എളുപ്പത്തിൽ ഇതേപോലത്തെ സീം റിപ്പർ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എംബ്രോയ്ഡറി പഠിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ടൂളുകൾ. പിന്നെ നമ്മൾ എംബ്രോയ്ഡറിയിൽ ഫസ്റ്റ് സ്റ്റിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മോട്ടീഫ് ചെയ്യും. ആ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൂടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അത് നമ്മൾ അവിടെ എത്തുമ്പോൾ പറയാം കേട്ടോ. പിന്നെ ഇതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിക്കാൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഓക്കെ.